വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മളിവിടെ റെവല്യൂഷൻ്റെ നെസസിറ്റിയെ പറ്റി ഇവിടെ പറഞ്ഞിരുന്നു. ആ റെവല്യൂഷനിലൂടെയാണ് നമ്മളെ ലൈഫിൻ്റെ പേർപ്പസിനെ പറ്റി അറിയുന്നതും മനസ്സിലാക്കുന്നതും. അള്ളാഹു ഖുർആനിൽ പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹുവിനെ ആരാധിക്കാൻ അല്ലെങ്കിൽ വേർഷിപ്പ് ചെയ്യാനല്ലാതെ അള്ളാഹു മനുഷ്യന്മാരെയും ജിന്നവർഗത്തിൽപ്പെട്ടവരെയും സൃഷ്ടിച്ചിട്ടില്ല. വേറെ ചില ആയത്തുകളിലൂടെ അള്ളാഹു പറയുന്നത് എങ്ങനെയാണ്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. അതായത് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് നമ്മളിൽ ഏറ്റവും നല്ല പുണ്യകർമ്മങ്ങൾ ആരൊക്കെ ചെയ്യുക എന്നുള്ള പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിച്ച് മുസ്ലിമീങ്ങളായി നല്ലത് ചെയ്യാൻ വേണ്ടിയാണ് അള്ളാഹു നമ്മളെ ക്രിയേറ്റ് ചെയ്തത്. മുസ്ലിമിൻ്റെ അർത്ഥം തന്നെ അള്ളാഹുവിൽ സബ്മിറ്റ് ചെയ്തവൻ എന്നാണ്. ഇതാണ് നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ്. ഇനി എന്തിന് അള്ളാഹുവിനെ വേർഷിപ്പ് ചെയ്യണം എന്നുള്ളതൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. അള്ളാഹുവിനെ നമ്മൾ വേർഷിപ്പ് ചെയ്താൽ അള്ളാഹുവിന് അതുകൊണ്ട് ഒരു നേട്ടവും ഇല്ല. അള്ളാഹു അൽ ഖനിയാണ്, ദ മോസ്റ്റ് റിച്ച്, അസ്സമദ്, ദ സെൽഫ് സഫിഷ്യൻറ്റ്. അപ്പോൾ നമ്മൾ അള്ളാഹുവിനെ വേർഷിപ്പ് ചെയ്താലും ഇല്ലെങ്കിലും അള്ളാഹുവിൻ്റെ അസ്മത്തിൽ, അള്ളാഹുവിൻ്റെ സുപ്രീമേറ്റിയിൽ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. മറിച്ച് നമ്മൾക്കാണ് ഗുണം ഉണ്ടാവുക. ഈ ജീവിതത്തിൽ തന്നെ ഇത് കാരണം നമുക്ക് പല പ്രതിഫലം ഉണ്ടാവും. അതിലും വലിയ പ്രതിഫലമാണ് പരലോകത്ത് നമുക്കുള്ളത്. അള്ളാഹുവിനെ വേർഷിപ്പ് ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ അടുത്തേക്കുള്ള ഒബീഡിയൻസ് ഉണ്ടാകും. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖുർആനിലും നബിൻ്റെ സുന്നത്തിലും നബിചര്യയിലും പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ നമ്മളെ ഹെൽത്ത്, വെൽത്ത്, ഫാമിലി, സൊസൈറ്റി, ഇൻ്റലക്റ്റ്, പിന്നെ ലാസ്റ്റായിട്ട് നമ്മളെ റിലീജിയനും വിശ്വാസവും തന്നെ ഏറ്റവും നല്ല രീതിയിൽ പ്രിസർവായി നിൽക്കും. ഇതുകൊണ്ട് നമ്മൾക്ക് മാത്രമല്ല ലോകത്തുള്ള എല്ലാവർക്കും ബെനിഫിറ്റ്സ് ഉണ്ടാവുക. ഇസ്ലാമിൽ പഠിപ്പിച്ചിരുന്ന ഹറാമിൻ്റെയോ ഹലാലിൻ്റെയോ വിസ്ഡം ഇവിടെയാണ്. Our Creator knows what's best for us, so we follow him in everything. അള്ളാഹുവിനെ എന്തിന് വേർഷിപ്പ് ചെയ്യണം എന്നുള്ള ചോദ്യത്തിൻ്റെ വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഗ്രാറ്റിറ്റ്യൂഡ്, ഗ്രേറ്റ്ഫുൾനെസ്. ടു ബി താങ്ക്ഫുൾ, നന്ദി കാണിക്കുക. സകല കാര്യങ്ങളും അനുഗ്രഹങ്ങളും ചൊരിഞ്ഞിരുന്ന അള്ളാഹുവിന് നമ്മൾ നന്ദി കാണിക്കലൊരു ബേസിക് റൈറ്റാണ്. നമ്മൾക്ക് ഒരാളൊരു സഹായം ചെയ്താൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു താങ്ക് യെങ്കിലും പറയും. അങ്ങനെ നോക്കുമ്പോൾ നമ്മളെയും ഈ ലോകത്തെയും എല്ലാം സൃഷ്ടിച്ച് അനുഗ്രഹങ്ങൾ തന്നുകൊണ്ട് നിൽക്കുന്ന അള്ളാഹു നമ്മളെ ലൈഫ് മൊത്തം നന്ദി കാണിച്ച് ജീവിച്ചാലും അത് മതിയാവില്ല. നമ്മളിത് ചെയ്തില്ലെങ്കിൽ നന്ദി കേട് കാണിക്കുന്നവരെ കൂട്ടത്തിൽ പെടും, ദി അൺഗ്രേറ്റ്ഫുൾ, ദ ഡിസ്ബിലീവേഴ്സ്. പിന്നെ പരലോകം. നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ നമ്മളെ റൂഹ്, ആത്മാവ് ലോകാവസാനം വരെ ഖബർ അല്ലെങ്കിൽ ഗ്രേവിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. എന്നിട്ട് ലോകം അവസാനിച്ച് കഴിയുമ്പോൾ അള്ളാഹു ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയുള്ള എല്ലാ ജീവികളും സൃഷ്ടികളെയും റിസറക്റ്റ് ചെയ്യും. അതിപ്പോൾ ഹ്യൂമൻസ് ആയിക്കോട്ടെ, ആനിമൽസ് ആയിക്കോട്ടെ, ജിൻസ്, ഏഞ്ചൽസ്, എന്തോ ആയിക്കോട്ടെ. ഈ ഒരു റിസറക്ഷൻ, ഡേ ഓഫ് ജഡ്ജ്മെൻറ്റ്, ഇവിടെ എല്ലാ ജീവികളും ഭയപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇവിടെ അള്ളാഹു വന്ന് നമ്മൾ ചെയ്ത കർമ്മങ്ങൾ വെച്ച് നമ്മളെ ജഡ്ജ് ചെയ്യും. അള്ളാഹുവിൽ വിശ്വസിച്ച് നല്ല കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചവർക്ക് സ്വർഗം, എറ്റേണൽ പാരഡൈസ് ഉണ്ടാവും. പിന്നെ അള്ളാഹുവിൽ വിശ്വാസം ഇല്ലാതെ ധിക്കരിച്ച് ജീവിച്ചവർക്ക് നരകം ഉണ്ടാകും, എറ്റേണൽ പണിഷ്മെൻറ്റ്. അതേ നോട്ടിൽ പറയാനുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രോഫറ്റ് മുഹമ്മദ് പീസ് ബി അപ്പോൺ ഹിം, പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരാൾ അയാളുടെ കർമ്മങ്ങൾ കാരണം മാത്രം സ്വർഗത്തിലേക്ക് കയറില്ല, മറിച്ച് അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ മേഴ്സി ഉണ്ടായാൽ മാത്രമേ സ്വർഗത്തിലേക്ക് കയറൂ. ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹു നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് തഖ്വയാണ്, അതായത് പയറ്റി, ഭയഭക്തിയാണ് അള്ളാഹു നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ പയറ്റി ലഭിക്കാനും അതിലൂടെ അള്ളാഹുവിൻ്റെ മേഴ്സി നേടാനുമാണ്. നമ്മളുടെ കർമ്മങ്ങൾ കാരണം മാത്രം നമ്മൾ സ്വർഗത്തിലേക്ക് പോകില്ല. ഒരു കാര്യം ഓർത്തു വെക്കാനുള്ളത് ഇതാണ്, അള്ളാഹു ഒരിക്കലും അനീതി കാണിക്കുന്നവനല്ല. നല്ലത് ചെയ്തവർക്ക് നല്ലതും തിന്മ ചെയ്തവർക്ക് അതിന് കണക്കായിട്ടുള്ള ശിക്ഷയും കിട്ടും. അള്ളാഹു ഖുർആനിൽ പറയുന്ന 2 ആയത്താണ്, ലാ യസ്ലഹ ഇല്ലൽ അഷ്ഖ, ഏറ്റവും മോശമായ ആൾക്കാർ മാത്രമേ നരകത്തിൽ ഉണ്ടാവുന്നു, ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ളത്. ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് മോസ്റ്റ് വിക്കഡ് ആൻഡ് ഡിസ്പിക്കബിൾ, ഇങ്ങനത്തെ ആൾക്കാർ മാത്രമേ നരകത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ്. വേറൊരു ആയത്തിൽ അള്ളാഹു പറയുന്നത് ദാലിക ബിമാ ഖദ്ദമത് ഐദീകും വഅന്ന അല്ലാഹ ലൈസ ബിളല്ലാമിൻ ലിൽ അബീദ്, ഇത് അവർ സ്വയം ചെയ്തു വെച്ച കർമ്മങ്ങൾ കാരണമാണ് അവർക്ക് ശിക്ഷ ലഭിക്കുന്നത്, അല്ലാതെ പഠിച്ചുകൊണ്ടിരിക്കലും അനീതി കാണിക്കുന്നില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ജെന്യുവൻ എക്സ്ക്യൂസ് ഉണ്ടെങ്കിൽ അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. അള്ളാഹ് ഇസ് നെവർ അൺജസ്റ്റ്, ഹീസ് അൽ അലീം, ദി ഓൾ നോയിങ്. അപ്പോൾ ഇനി ചിലർ ചോദിക്കും, അള്ളാഹുവിനെ വിശ്വസിക്കാതെ തന്നെ കുറേ നല്ലത് ചെയ്യുന്നവരില്ലെന്ന്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഓർമ്മ വെക്കണം, അതായത് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് തന്നെ അള്ളാഹുവിനെ വർഷിപ്പ് ചെയ്യാനാണ്. ഇതിനൊരു സിമ്പിൾ എക്സാമ്പിൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരാൾക്ക് ഒരു ഡോക്ടറാണെന്ന് വിചാരിക്കുക. ആൾ എല്ലാ സബ്ജക്ട്സിലും നല്ല ഹൈ ഗ്രേഡ്സോടെ പാസ്സാവും, പക്ഷേ ബയോളജിയിൽ അട്ടർ ഫെയിലിയർ ആണ് നിൽക്കുക.
ഇങ്ങനെ ആകുമ്പോൾ ഇയാൾ മറ്റ് സബ്ജക്റ്റിൽ എത്ര നല്ലതായിട്ടും കാര്യമില്ല, ആൾക്ക് ഡോക്ടറാൻ പറ്റില്ല, ഹി വോണ്ട് പാസ്, ഹി വിൽ ഫെയിൽ. ഇതേപോലെ തന്നെയാണ് അള്ളാഹുവിനെ വേർഷിപ്പ് ചെയ്യുന്ന കാര്യത്തിൽ. നമ്മൾ മറ്റു നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം മാറ്റി വെച്ചാൽ ഇത് ഫെയിലിയറാണ്. സോ ബിലീഫ് ഈസ് നെസസറി ഫോർ ഗുഡ് ഡീഡ്സ് ടു ബി ആക്സെപ്റ്റഡ്. മാത്രമല്ല, അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ കുറേ ഹറാമായ കാര്യങ്ങൾ ഒരാൾ ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ ഒരു വിശ്വാസി ജീവിതം മൊത്തം അള്ളാഹുവിന് വേണ്ടിയുള്ള സാക്രിഫൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ത്രൂ ഹിസ് പ്രേയേഴ്സ്, ചാരിറ്റി, ഫാസ്റ്റിംഗ് ആൻഡ് പിൽഗ്രിമേജ്. ഇനി പരലോകത്തെ ശിക്ഷയെപ്പറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇതാണ്. അതായത് തെറ്റ് ചെയ്തവരും വിശ്വസിച്ച് തെറ്റ് ചെയ്തവരും വേറെ വേറെയാണ്. അള്ളാഹുവിൽ വിശ്വസിക്കാണ്ട് തെറ്റ് ചെയ്തവർ കാലാകാലം നരകത്തിലുണ്ടാവും ഫോർ എറ്റേണിറ്റി. പക്ഷേ കുറേ തെറ്റുകൾ ചെയ്ത് അവർ വിശ്വാസിയായിരുന്നു എങ്കിൽ അവർ ചെയ്ത തെറ്റിന് കണക്കായിട്ടുള്ള ശിക്ഷ കൊടുക്കും. എന്നിട്ട് അവരുടെ വിശ്വാസം കാരണം അള്ളാഹു അവരെ സ്വർഗത്തിലേക്ക് കയറ്റും. ഇവിടെയാണ് നമ്മൾക്ക് വിശ്വാസത്തിൻ്റെ അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നത്. ഞാനിവിടെ പറഞ്ഞല്ലോ, അള്ളാഹു അനീതി കാണിക്കുന്നവനല്ല. ഇനി ലെറ്റ്സ് ഒരാൾക്ക് ഇസ്ലാമിൻ്റെ മെസ്സേജ് എത്തിയിട്ടില്ല. ഇങ്ങനത്തെ ഒരാൾക്ക് അതിന് കണക്കായിട്ടുള്ള എക്സ്ക്യൂസ് ഓഫ് ഇഗ്നറൻസ് ഉണ്ടാവും. ഒരാൾ ഇൻസെയിൻ ആണെങ്കിൽ അവർക്ക് എക്സ്ക്യൂസ് ഉണ്ട്. ചിലർക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിയത് ട്വിസ്റ്റഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. അവർ ഇസ്ലാമിൻ്റെ സന്ദേശം ട്വിസ്റ്റഡ് ആയിട്ടുള്ള രീതിയിലേക്കും കേൾക്കാം. ഇവർക്കും എക്സ്ക്യൂസ് ഉണ്ട്. ഇങ്ങനെയുള്ളവർക്ക് പടച്ചവന് പരലോകത്ത് അവർക്ക് പരീക്ഷണം കൊടുക്കും. പരലോകത്തെത്തിയാൽ അള്ളാഹുവിന് കണക്കായിട്ടുള്ള പരീക്ഷണം കൊടുക്കും. സിൻസ് ദേ ഹാഡ് ദീസ് എക്സ്ക്യൂസസ്. ഇത് നമ്മൾ ഓർത്ത് വെക്കണം. സോ ആസ് ഐ സെഡ്, അള്ളാഹ് ഈസ് നെവർ അൺജസ്റ്റ്. ഇനി മുസ്ലിം ആവുക എന്ന് വെച്ചാൽ എന്താ? ഒരാൾ അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹോ ദൈവങ്ങളോ ആരാധനയ്ക്ക് അർഹനായിട്ടുള്ള വേറെ ആരും ഇല്ല എന്ന് വിശ്വസിച്ചാൽ, പ്രോഫറ്റ് മുഹമ്മദ് പീസ് ബി അപ്പോൺ ഹിം അവരെ വിശ്വസിച്ചാൽ ഇതാണ് ഇസ്ലാം. ദിസ് ഇസ് സബ്മിഷൻ ടു അള്ളാഹ്. ഈ വിശ്വാസം ആണ് ഇസ്ലാമിക് ബിലീഫ്. ഇനി ഈ വിശ്വാസം ഇദ്ദേഹത്തിൻ്റെ സ്പീച്ച് കൊണ്ട് ടെസ്റ്റിഫൈ ചെയ്താൽ ഇവർ ഒഫീഷ്യലി മുസ്ലിമായി. ഇതിനാണ് ഷഹാദ എന്ന് പറയുക, അഥവാ ടെസ്റ്റ് മണി ഓഫ് ഫെയ്ത്ത്. ഒരാൾ ഇസ്ലാമിലേക്ക് കയറി വരുന്നത് ഈ ഷഹാദത്ത് വെച്ചിട്ടാണ്. ഉള്ളിലുള്ള വിശ്വാസം വെളിപ്പെടുത്തലാണ് ഇത്. അതിൻ്റെ ഒപ്പം വരുന്ന ചില ബിലീഫ്സ് ആണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ, അള്ളാഹുവിൻ്റെ ഏഞ്ചൽസ്, അള്ളാഹുവിൻ്റെ അയച്ച എല്ലാ സ്ക്രിപ്റ്റേഴ്സ്, മെസ്സഞ്ചേഴ്സ്, പ്രോഫറ്റ്സ്, പിന്നെ ഡേ ഓഫ് ജഡ്ജ്മെൻറ്റ്, പിന്നെ അള്ളാഹുവിൻ്റെ ഖദർ മീനിങ് ഫെയ്റ്റ്. ഇതിലുള്ള വിശ്വാസമൊക്കെ ഇതിൽ പെടും. ഈ വിശ്വാസത്തിൻ്റെ ഒപ്പം അതിന് കണക്കായ കർമ്മങ്ങൾ ചെയ്യലും ഇസ്ലാമിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു എലമെൻ്റാണ്. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു വിശ്വാസവും ഒരു അവിശ്വാസവും ഒരിക്കലും സെയിമാവില്ല. സൂറത്തുൽ ഹഷറിൽ അള്ളാഹു ഒരു വേഴ്സിൽ പറയുന്നുണ്ട്, لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون. സ്വർഗത്തിൽ ഉണ്ടാകാൻ പോകുന്ന ആൾക്കാരും നരകത്തിൽ ഉണ്ടാകാൻ പോകുന്ന ആൾക്കാരും ഒരിക്കലും സമമാവില്ല. സ്വർഗത്തിൻ്റെ ആൾക്കാരെന്ന് സക്സസ്ഫുൾ ആകാം എന്നാണ് അള്ളാഹു ഈ ഒരു ആയത്തിൽ നമുക്ക് പറഞ്ഞിരുന്നത്. ഈ വേഴ്സ് വെച്ചിട്ട് ഞാൻ നിർത്താം. അള്ളാഹു പറയുന്നു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും. ഇതൊരു അൺഡിനയബിൾ റിയാലിറ്റിയാണ്. നമ്മൾ ഏത് നാട്ടിൽ നിന്ന് ആയാലും ശരി, എത്ര പൈസ ഉണ്ടെങ്കിലും ആയാലും ശരി, പൈസ ഇല്ലെങ്കിലും ശരി, എത്ര വയസ്സാണെങ്കിലും എത്ര യങ് ആണെങ്കിലും കാര്യമില്ല, നമ്മൾ ഉറപ്പായിട്ട് മരിക്കും. എല്ലാവരും മരണത്തിൻ്റെ വേദന അറിയും, ഈ ലോകം വിട്ടു പോകും. ആ മരണത്തിനെ പറ്റി ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ മരിച്ചതിന് ശേഷം എന്താ നമ്മൾക്ക് സംഭവിക്കുക? ഇത് എല്ലാവരുടെയും മനസ്സിൽ വന്നു പോകുന്ന ചിന്തകളാണ്. ആ ചിന്തകൾക്ക് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് ഇസ്ലാമിലെ മെസ്സേജ് പഠിപ്പിക്കുന്നത്. അള്ളാഹു എന്നിട്ട് പറയുന്നു, വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നമ്മൾ ചെയ്ത കർമ്മങ്ങൾക്കുള്ള കമ്പൻസേഷൻ ഖിയാമത്ത് നാളിൽ, ഡേ ഓഫ് ജഡ്ജ്മെൻറ്റിൽ നമുക്ക് കിട്ടും. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, ഇതിൽ ആര് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോ അവർക്കാണ് അൾട്ടിമേറ്റ് സക്സസ്. എന്നിട്ട് അള്ളാഹു നമ്മളോട് ഒരു റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, വമൽ ഹയാത്തു ദുനിയ ഇല്ല മതാഉൽ ഗുറൂർ, ഈ ജീവിതം ഒരു എൻജോയ്മെൻറ്റ്, ഒരു ഡെല്യൂഷൻ അല്ലാതെ വേറെന്താണ്? വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.